അസ്സലാമലൈക്കും. ഹലോ ചങ്ങായിമാരെ, ഞങ്ങൾ ഇന്ന് അമ്മച്ചി പറയണതിൻ്റെ മുമ്പേ നിസ്കരിച്ചനെ. കാരണം എന്താ അറിയോ, ഞങ്ങളിന്ന് ബീച്ചിലേക്ക് പോകുകയാണ്. ഞങ്ങൾ ഉമ്മമാനോടൊക്കെ സലാം പറഞ്ഞ് ഇറങ്ങി കേട്ടോ. ഇപ്പച്ചി കുറേ നേരമായി ഹോൺ അടിക്കണേ. ഞങ്ങൾ ചാടി അടിച്ച് പോവാട്ടോ. നിങ്ങൾക്കൊക്കെ ബീച്ചിൽ പോകണ ഇഷ്ടമുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യേ. ഉള്ളൊക്കെ കയറിട്ടോ. ഈ ബീച്ചിൽ പോക്ക് ഉണ്ടാവാൻ രാവിലെ ഒരു സംഭവം ഉണ്ടായി. രാവിലെ മദ്രസ് പോകാനൊരു ഭയങ്കര വെറുതെ ഇന്ന് മദ്രസ് പോയി നമുക്ക് വൈകുന്നേരം സ്കൂളിൽ ഇട്ട് വന്നപ്പോൾ ഇമ്മച്ചൊക്കെ കാര്യം മറന്നു. പക്ഷെ ഞങ്ങൾ മറക്കുമോ? ഇന്ന് പോകാൻ കഴിയില്ല, ഇപ്പച്ചിക്ക് പനിയെ പറഞ്ഞു. ഞങ്ങൾ വിടുമോ? ഞങ്ങൾ കച്ചറുണ്ടാക്കി. എല്ലായിടത്ത് കുട്ടികളൊക്കെ ഇങ്ങനെ തന്നെ വല്ലാത്തൊരിതില്ലേ. ഇമ്മച്ചി വായക്കാട് എത്തിയാൽ ഇമ്മച്ചിൻ്റെ സ്കൂള് പഠിച്ചതൊക്കെ പറയും. പക്ഷെ ഇപ്പച്ചി വിടുമോ? ഇപ്പച്ചിൻ്റെ കല്ല് വെച്ച സ്ഥലങ്ങളെ പേരൊക്കെ ആടിട്ട് പറഞ്ഞു തുടങ്ങി. ഇതാണ് ഇപ്പച്ചിയോ, കല്ല് ഞാൻ ഇവിടെ വെച്ചിനി അവിടെ വെച്ചിനി. വല്ലാത്തൊരിതില്ലേ. ഓലൊക്കെ പോയിട്ട് ഇവിടെ എത്തണില്ല. ഇവല് ലണ്ട വിടുമ്പോൾ ബാക്കിൽ 2 കുട്ടികളുണ്ടെന്ന് ചെറിയ ബോധെങ്കിൽ ഇവൽക്കുണ്ട്. ഞങ്ങൾക്കാണെങ്കിലോ ഇത് കേട്ട് മടുത്തണേ. ഇവൽ ഈ വർത്താനം നിർത്താനും വേണ്ടി അങ്ങനെ ഞങ്ങളൊരു 500 രൂപയ്ക്ക് എണ്ണ അടിച്ച് വീണ്ടും പോവുക. അങ്ങനെ ചങ്ങായിമാരെ ഞങ്ങൾ ബീച്ചിലെത്തിയിട്ടോ. വണ്ടിയിൽ നിന്ന് ഇറങ്ങി വേഗം ഓടാനുള്ള പരിപാടിയാ. അവിടെ ഇറങ്ങിയപ്പോൾ തന്നെ ഇപ്പച്ചിൻ്റെ ചങ്ങായിനെ കണ്ടി. ഇപ്പച്ചി മമ്മൂട്ടിയൊന്നുമല്ല കേട്ടോ. ഏത് നാട്ടിൽ പോയാലും ഇപ്പച്ചിൻ്റെ ഒരു കമ്പനിക്കാരുണ്ടാവും. എവിടെ ചായക്കട കണ്ടാലും ഇപ്പച്ചിക്ക് ചായ വേണം. പിന്നെ അതിലിങ്ങനെ ഞങ്ങൾ കൂട്ടി പിടിച്ച് കഥയൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടന്നു പോവുക. ഇപ്പച്ചിൻ്റെ സ്ഥലം എത്തിയണേ. ഞാൻ ചായ പറയണേ. ഇപ്പച്ചി ഒരു ചായ വാങ്ങി. ഇൽഫ ഒരു കോഴിമുട്ട വാങ്ങിയിനി. അത് ചാടി നിലത്തേക്ക് ഒരു പട. പിന്നെ വേറൊന്ന് വാങ്ങി. പിന്നെ ഒരു തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്ത് തിന്നുന്നുണ്ട്. ഇവളല്ലേ ഒരു നല്ല കുട്ടിയാട്ടോ. വേസ്റ്റ് പിന്നിലേ ഇടുള്ളൂ. കണ്ടോ? അങ്ങനെ ഇപ്പച്ചിൻ്റെ ചായ കുടിച്ചു കഴിഞ്ഞ് ഇമ്മച്ചിൻ്റെ ചായ ഉണ്ടായിനി. അത് മെല്ലെ ഇപ്പച്ചി കൈക്കലാക്കിട്ടോ. എല്ലായിടത്തും ഇപ്പമാരിങ്ങനെ തന്നെ ഇങ്ങനെ 24 മണിക്കൂർ ചായ കുടിച്ചുകൊണ്ട് നിൽക്കും. ഞങ്ങളൊപ്പം ഉള്ളവർക്ക് ഇടയ്ക്കിടയ്ക്ക് വെള്ളം വേണം. ഇനി വെള്ളം വാങ്ങാനല്ലാതെ വേറെ ഓപ്ഷനൊന്നുമില്ലല്ലോ. അവിടുന്ന് വീണ്ടും ഞങ്ങൾ മണൽപ്പരപ്പിലൂടെ നടത്താൻ തുടങ്ങി. പിന്നെ അടുത്ത കട ലക്ഷ്യം വെച്ചാണ്ടോ ഞങ്ങളെ പോക്ക്. ആദ്യം അടുത്ത് ചില്ലും കൂട്ടുകട നോക്കി. എന്തൊക്കെയാ അവിടെ ഉള്ളത്? കല്ലുമക്കായ, പഴംപൊരി, കാടമുട്ട, വല്ലാത്തൊരിതില്ലേ. അങ്ങനെ ഞങ്ങൾ 4 കല്ലുമക്കായ വാങ്ങി. അതാ കണ്ടില്ലേ. ഇപ്പച്ചി അവിടുന്ന് ഒരു ചായടി വാങ്ങി. ഇപ്പച്ചിൻ്റെ 3ാമത്തെ കുടിയട്ടോ അത്. മറ്റുള്ളതായ കല്ലുമക്കായ തിന്നണേ എന്തോ ചെറുക്കാരെപ്പോയി തിന്നണേ. ഇപ്പൊ കുറച്ച് മുന്നേ അതിന് ട്രെൻഡ് ഉണ്ടല്ലോ, കൂന്തള് നിറച്ചത്. അത് ഞങ്ങളൊന്ന് വാങ്ങി തിന്നിട്ടോ. ഞങ്ങൾ കൂടെ തന്നെ ചെറുതുണ്ടല്ലോ, അത് തിന്നണില്ല. ഞങ്ങൾ തിന്നാൻ നോക്കി. ഓൾക്ക് സംഭവത്തിൽ നല്ല കുയിന്തുണ്ട് ഞങ്ങൾ തിന്നണേന്. ഓളെ മോന്ത കണ്ടില്ലേ. ഓൾക്കാണെങ്കിൽ ആയിട്ട് ഇഷ്ടമില്ല. ഇപ്പച്ചി അതിലെ പോകുന്ന വെണ്ണങ്ങളൊക്കെ നോക്കി കിത്തിർക്ക് കേട്ടോ. ഇപ്പച്ചിൻ്റെ വിചാരം ഞങ്ങളൊന്നും കാണില്ല എന്നാണ്. ഇമ്മച്ചി ഇപ്പച്ചിനോണ്ട് അതൊന്ന് ഓർമ്മ വെത്തി കൊടുത്തപ്പോഴേ എന്താ ഒരു നിഷ്കളങ്കത. അപ്പോഴത്തേക്കും ഇൽഫ ഇപ്പച്ചിൻ്റെ ഭാഗത്ത് കൂടിയാട്ടി ഇമ്മച്ചി ഏതോ ചെക്കന്മാരെ നോക്കിണ്ടെന്ന് പറഞ്ഞിട്ട് കഥ തുടങ്ങിട്ടോ. ഞങ്ങൾ പിന്നെ കുറച്ചേരൊക്കെ കൂടി. ഇനിയോലെ രണ്ടാൾ തമ്മിൽ കച്ചറ ഉണ്ടാവുക വെച്ചിട്ട് ഞങ്ങൾ നല്ല തൊള്ള കൂട്ടിട്ടോ. ഞങ്ങളെ കണ്ണ് മിന്നി കല്ലുമകായ മേലെ നീട്ടോ. പിന്നെ എൻ്റെ അനിയത്തിയാണെങ്കിലോ അതൊന്ന് കടിച്ച് മുറിച്ച് തിന്ന്. ഞാനിന്നെ ആക്കം പോലെ തിന്നുണ്ട്. ഉമ്മച്ചിൻ്റെ ഫോണിൽ നോക്കി ഇപ്പച്ചി അറിഞ്ഞാൽ ഞങ്ങൾക്ക് പറഞ്ഞൊരു ഉമ്മച്ചിക്ക് പേടിയുണ്ടായതുകൊണ്ട് ഉമ്മച്ചി ലോക്ക് പറഞ്ഞു കൊടുത്തില്ല കേട്ടോ. പക്ഷെ ഞാൻ മെല്ലെ മറ്റോള് കേൾക്കാതെ മെല്ലെ പറഞ്ഞു കൊടുത്ത്. ഞങ്ങൾ പിന്നെ വള്ളത്ത് കളി തുടങ്ങിയിട്ടോ.
ഇൽഫ. ഓൾ ഇതിൻ്റെ മുമ്പ് എന്നെ കുറ്റം പറഞ്ഞിരുന്നു. ഞാൻ നല്ല ഡീസൻ്റാട്ടോ. അങ്ങനെ ഞങ്ങളൊരു ഐശ്വര്യ വാങ്ങിട്ടോ. ബീച്ചിൽ പോയ ഐശ്വര്യ നിർബന്ധമാണല്ലോ. ഞങ്ങൾ കുറച്ച് ഉപ്പ് ഇട്ട് വാങ്ങിട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ? ഇപ്പച്ച ഐശ്വര്യ വാങ്ങി, ഞങ്ങൾ ഉപ്പിലിട്ട് വാങ്ങി. ചങ്ങായിമാരെ ഞങ്ങൾ അവിടുന്ന് തിരിച്ചു പോരുകയാണ്. ഇൽഫ പൊത്തും കൊയങ്ങീനു കേട്ടോ. ഇൽഫനെ പിന്നെ പോരാനേ പറ്റുള്ളൂ. വൈക്കെത്തുമ്പോൾ തോളും കൊയങ്ങിണ്ടാവും. ഇനി ഞങ്ങൾ നേരെ നാട്ടിക്ക്. ഭക്ഷണം കഴിക്കാൻ നാട്ടിലേക്ക് തന്നെ എത്തിട്ടോ. പുറത്തുനിന്ന് ഒന്ന് തിന്നാലും നമുക്ക് പള്ളനറിയില്ല. ഞങ്ങൾ ഫാരിസ് ഹോട്ടലിലേക്കാട്ടോ പോയത്. ഈ കാക്ക ഞങ്ങൾക്ക് നല്ല പരിചയം കേട്ടോ. ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വരുമ്പോഴൊക്കെ വണ്ടി ഒതുക്കിയിടാൻ മൂപ്പരാണ് ഞങ്ങൾ സഹായിക്കൽ. ഞങ്ങൾ വലിയ VIP-കളായിട്ടേക്കാരെ വല്ലാത്തൊരിത്. ഞങ്ങൾ നേരെ അങ്ങോട്ട് കയറിട്ടോ. നടന്നു പോണതാ. ഞങ്ങൾ AC റൂമിലിരുന്ന് ഞങ്ങൾക്ക് ജലദോഷം പിടിച്ചിട്ടോ. അതുകൊണ്ട് ഞങ്ങൾ സാധാ റൂമിലായിരിക്കൽ. അല്ല പൈസ കൊടുക്കും കരുതിയിട്ടൊന്നല്ല കേട്ടോ. അങ്ങനെ നിങ്ങൾ ശ്രദ്ധിക്കരുത്. ഞങ്ങളങ്ങനെ കൈയും മുഖമൊക്കെ കഴുകി സെറ്റായി. ഇപ്പച്ചി കണ്ണാടിയിലൊക്കെ നോക്കിണ്ട് കേട്ടോ. എന്തായാലും ഇപ്പച്ചിൻ്റെ കഥ വല്ലാത്തൊരിത്. അങ്ങനെ ഇപ്പച്ചി ബാത്റൂമിലും കയറി. പിന്നെ ഞങ്ങൾ അവിടെ കണ്ടിട്ടോ ഇപ്പച്ചിനെ അറിയണ പോലെ. അവരാച്ച് ഞങ്ങൾ വീണ്ടും പറയും ഇപ്പച്ചി മമ്മൂട്ടിയൊന്നുമല്ല കേട്ടോ. എന്താണ് ഈ ഏട്ടൻ മുഖം പൊത്തിക്കണത്? വല്ലാത്തൊരിതില്ലേ. ഞങ്ങളങ്ങനെ ഭക്ഷണം കഴിക്കായിരുന്നു കേട്ടോ. അൽഫാമ് മന്തി കേട്ടോ ഓർഡർ ചെയ്തിനി. അതാ അൽഫാമ് മന്തി എത്തി. ഇപ്പച്ചി ഓരോ ആൾക്കാർക്ക് ചിക്കൻ പീസ് ഇട്ട് കൊടുക്കുകയാണ്. 4 പീസ് തന്നെ വേണമെന്ന് എനിക്ക് വാശിയുണ്ട് കേട്ടോ. ഞാൻ അങ്ങനെ മറ്റേ പീസ് മാറ്റി 4 പീസ് എടുത്ത്. ഇപ്പച്ചി വീണ്ടും പറഞ്ഞു ചായ. ടോട്ടൽ ഇപ്പച്ചി എത്ര ചായ കുടിച്ചിട്ടുണ്ടാവും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യ്. ഇപ്പച്ചിക്ക് പനിയാട്ടോ. അതുകൊണ്ട് ഇപ്പച്ചി ചോറൊന്നും തിന്നില്ല. ഇപ്പച്ചി കട്ടൻ ചായയും കുടിച്ച് പള്ള നിറച്ചു. ഇപ്പച്ചിക്ക് 2 ദിവസമായിട്ടാണ് പണി. ചെറുങ്ങനെ സുഖമായപ്പോൾ ഞങ്ങൾ കൂടെ പോകുന്നതാണ്. എൻ്റെ കൂടെയുള്ളൊരു സാധനം കണ്ടില്ലേ? ആ സാധനം ഒന്നും തിന്നൂല. അതുകൊണ്ട് ഇപ്പച്ചി കുത്തി തിരികെ കൊടുക്കുന്നുണ്ട്. ഇപ്പുറത്തെ ഒരു ചിക്കൻ കഷ്ണം അങ്ങ് പോകണ്ടില്ലേ? അതിൻ്റെ അമ്മച്ചി കേട്ടോ. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ വീട്ടിൽ പോയിട്ടോ. ഞങ്ങളെ ഇപ്പച്ചിന് ഇഷ്ടമുള്ള എല്ലാവരും ഞങ്ങളെ ചാനലിന് സപ്പോർട്ടും സബ്സ്ക്രൈബൊക്കെ ചെയ്ത് പോണേ. ഓക്കെ ബൈ. അസ്സലാമു അലൈക്കും.